സസ്പെൻഷന് പിന്നാലെയും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക് തനിക്കെതിരെ നടപടിയെടുത്തത് ഏപ്രിൽ 9 ജനം പുറത്താക്കിയ സർക്കാരാണെന്നും ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോഴാണ് സർക്കാരിന്റെ പ്രതികാരമെന്നും ബി അശോക് തുറന്നടിച്ചു. തുടർഭരണത്തിനെതിരായി കിഫ്ബി CEO ഡോക്ടർ KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിക്കുന്നെന്നും കിഫ്ബി ഫണ്ട് PR-നായി ഉപയോഗിച്ചുവെന്നും ബി അശോക് ആരോപിച്ചു. സർവീസ് ചട്ടം ലംഘിച്ച് സർക്കാർ നയങ്ങളെ വിമർശിച്ചെന്ന കുറ്റം ചുമത്തിയായിരുന്നു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോകിനെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ നടപടിക്ക് പിന്നാലെയും വിമർശനം കടുപ്പിക്കുകയാണ് ബി അശോക്. സസ്പെൻഷൻ ഉത്തരവ് മേശപ്പുറത്തിരിക്കട്ടെ എന്ന് പ്രതികരണം. സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ അടിമ വേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തിപ്പാടാൻ മാത്രം ജനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോറസായിട്ട് നിന്ന് എൻ്റെ വാഴ്ത്തുപാട്ട് പാടിത്തരാം, അതല്ലാതെ മറ്റ് യാതൊരു അവകാശവും ഇന്ത്യയിലെ IAS എന്നുള്ളതല്ല സർക്കാർ ജീവനക്കാർക്ക് ഒന്നുമില്ല എന്നുള്ള ചിലരുടെ മനോഭാവത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് അതൊരു ബാഡ്ജായിട്ട്, ആ സസ്പെൻഷൻ ഓർഡർ ഒരു ബാഡ്ജായിട്ട് ഞാനിവിടെ കുത്തുന്നു. കിഫ്ബി CEOയും മുൻ ചീഫ് സെക്രട്ടറിയുമായ KM എബ്രഹാമിനെതിരെ ഗുരുതര ആരോപണങ്ങളും ബി അശോക് ഉന്നയിച്ചു. KM എബ്രഹാം സർക്കാരിലെ രണ്ടാമനെ പോലെ 2018 റിട്ടയർ ചെയ്ത ശ്രീ KM എബ്രഹാമിനെ ഇല്ലാത്ത ഒരു പൊസിഷൻ സൃഷ്ടിച്ച് അങ്ങനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊരു പൊസിഷൻ IAS കേഡറിലില്ല, സംസ്ഥാന സർവീസിലും ഇല്ല. അവിടെ കൊണ്ടുവന്ന് അധിക ചുമതലയിൽ അപ്പോയിന്റ് ചെയ്തു. കടമെടുത്ത കിഫ്ബി ഫണ്ട് PR-നായി ഉപയോഗിച്ചെന്നും ബി അശോക് തുറന്നടിച്ചു. മരമുറിയിലെ വിവാദ ഉത്തരവ് ചൂണ്ടിക്കാട്ടി നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിനെതിരെയും വിമർശനം. ആ ഇറങ്ങിയ സർക്കുലറും വനത്തിൻ്റെ ചട്ടവും അതിൽ നിയമവകുപ്പ് കൊടുത്ത ഉപദേശവും അതിൽ അന്നത്തെ കേസിൽ അപ്പിയർ ചെയ്ത പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒപ്പീനിയനും ഒരാൾ അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എനിക്ക് വായിക്കാനായിട്ട് തന്നു. വളരെ അസാധാരണമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഊരാളുങ്കലിന് താങ്ങാവുന്നതിലും അപ്പുറം കരാർ നൽകുന്നെന്നും വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം വൈകാൻ ഇതാണ് കാരണമെന്നും ബി അശോക് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.